തിരുവനന്തപുരം കിളിമാനൂരിൽ അജ്ഞാത വാഹനമിടിച്ച് കിളിമാനൂർ ചെണിക്കുഴി സ്വദേശി രാജൻ മരിച്ച സംഭവത്തിൽ വാഹനം തിരിച്ചറിഞ്ഞു. ഇടിച്ചത് പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയുള്ള വാഹനമാണ്. ഇടിച്ച ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4-നും 5-നും ഇടയിലായിരുന്നു അപകടം. CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അനിൽകുമാറിന്റെ വാഹനമാണെന്ന് തെളിഞ്ഞത്. വാഹനം അമിത വേഗത്തിൽ അലക്ഷ്യമായി ഓടിച്ചു എന്നാണ് FIR ഉള്ളത്. 24 ബ്രേക്കിംഗ് ആണ് വാർത്ത. ഇപ്പോൾ മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചെയ്തു. മനീഷ്, കാർ തിരിച്ചറിഞ്ഞ ഒരു പോലീസുകാരൻ്റെതാണ്. ഇപ്പോൾ ഈ മണിക്കൂർ വരെ എന്തെങ്കിലും നടപടി പോലീസുകാരെതിരെ ഉണ്ടായിട്ടുണ്ടോ? നിസ്സാരം ചോദ്യം ചെയ്യാനെങ്കിലും വിളിപ്പിച്ചിട്ടുണ്ടോ? സുഹൈൽ, കഴിഞ്ഞ ഒരാഴ്ചയായി കിളിമാനൂർ പോലീസ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ 4 മണിക്കും 5 മണിക്കും ഇടയിൽ കിളിമാനൂർ പോലീസ് സ്റ്റേഷന് സമീപത്ത് വെച്ച് തന്നെ MC റോഡിൽ വെച്ചാണ് രാജൻ, കൂലിപ്പണിക്കാരനാണ് അദ്ദേഹം, ജോലി സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഒരു അജ്ഞാത വാഹനം ഇടിച്ചു. പിന്നീട് 6 മണിയോടെ പുലർച്ചെ 6 മണിയോട് കൂടിയാണ് ജനങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത്. ആ സമയത്ത് ചോര ഒരുപാട് വാർന്നിരുന്നു. അങ്ങനെ രാജനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇത് സംബന്ധിച്ച് ഒരു അജ്ഞാത വാഹനം എന്ന പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ആ വാഹനം അമിത വേഗതയിലായിരുന്നു, അലക്ഷ്യമായി വാഹനം ഓടിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു എന്ന രീതിയിലായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട്. ഇത് സംബന്ധിച്ച് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഈ വാഹനം ഏതാണെന്ന് കണ്ടെത്തുക, അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കണ്ടെത്തിയ ശേഷമാണ് അത് പാറശാല SHO അനിൽകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. നിലവിൽ ഈ വാഹനം ഓടിച്ചത് അനിൽകുമാർ ആണ് എന്ന തരത്തിലേക്കുള്ള ഒരു സ്ഥിരീകരണം പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ അനിൽകുമാർ ആണെങ്കിൽ അത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നതിനപ്പുറത്തേക്ക് വാഹനം ഒരാളെ അപായപ്പെടുത്തിയ ശേഷം നിർത്താതെ പോയി എന്നതടക്കമുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തി കേസെടുക്കും. ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസെടുക്കും. സസ്പെൻഷൻ അടക്കം വകുപ്പുതല നടപടിയടക്കം അദ്ദേഹത്തിനെതിരെ, ഈ ഉദ്യോഗസ്ഥനെതിരെ ഉണ്ടായേക്കും. പക്ഷേ നിലവിൽ പോലീസ് ഇത് സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. നിലവിൽ ഈ പാറശാല SHO ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ അനിൽകുമാർ തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല. അദ്ദേഹം മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്ക് പുറത്താണ്. നാളെ അദ്ദേഹത്തോട് സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചും ഈ വാഹനം ഓടിച്ചത് ആരാണ് എന്ന തരത്തിലുള്ള അന്വേഷണത്തിലേക്ക് കിളിമാനൂർ പോലീസ് കടക്കുകയാണ്. ഈ സംഭവം ഉണ്ടാകുന്ന കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ്. അങ്ങനെ ഈ വാഹനം ഇട്ട ശേഷം നിർത്താതെ പോയി രക്തം വാർന്നാണ് കൂലിപ്പണിക്കാരനായ കിളിമാനൂർ സ്വദേശി 59-കാരൻ രാജൻ മരിച്ചത്. സുഹൈൽ, എന്തായാലും ഇടിച്ചത് പോലീസുകാരുടെ ഉടമസ്ഥതയുള്ള വാഹനമായതുകൊണ്ട് അപകടം തീവ്രത കുറഞ്ഞ അപകടമാക്കി മാറ്റാൻ പോലീസിന് എളുപ്പമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.